ഹായ്, എല്ലാവർക്കും നമസ്കാരം നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ സ്റ്റൂവും ചപ്പാത്തിയും പൂരിയൊക്കെ ഒരു കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കാമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ പോകുന്നു. അപ്പം നമുക്ക് തുടങ്ങിയാലോ. ഇപ്പോൾ ഉരുളൻകിഴങ്ങെടുത്തു, ക്യാരറ്റ് എടുത്തു, ബീൻസ്, പിന്നെ മുളകെടുത്തു, മല്ലിയില എടുത്തു, അപ്പോൾ ഒരു സവാളയും കൂടെ എടുക്കണം കേട്ടോ. ഇതെല്ലാം എടുത്ത് നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം എല്ലാം നമ്മളിത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കറി വെക്കുമ്പോൾ എല്ലാം കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ഇച്ചിരി കട്ടിയോടെ വേണം. എന്ന് വെച്ചാൽ നാടായിട്ട് ഉരുളൻകിഴങ്ങിനെ ഒരു 3-4 ഒക്കെ പീസുകളാക്കി നല്ല കട്ടിക്ക് വേണം. അതിൻ്റെ സാമ്പാറിനൊക്കെ അരിയുന്ന ആ ഒരു മോഡലിൽ അരിയണം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഈ കഷ്ണങ്ങളെല്ലാം തന്നെ അരിഞ്ഞുകൊണ്ടേയിരുന്നു. ഇപ്പോൾ ഇതെല്ലാം അരിയുന്ന രംഗമാണ്. അങ്ങനെ ബീൻസ് എടുത്തു, ബീൻസ് അരിഞ്ഞു, അതെല്ലാം ഫുള്ളെല്ലാം അരിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ പീസ് നമ്മൾ കുക്കറിലേക്ക് തന്നെ ഇട്ടു. അരിഞ്ഞ കഷ്ണമെല്ലാം കഴുകി വൃത്തിയാക്കി, അതുപോലെ ചിക്കൻ പീസും എല്ലാം കഴുകി വൃത്തിയാക്കിയത് ഇട്ടതിന് ശേഷം മുളക് പൊടി, നമുക്ക് കുരുമുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല, അതുപോലെ തന്നെ നമുക്ക് മല്ലിപ്പൊടി, ഇവയെല്ലാം സമാസമം ചേർത്ത് ഇളക്കി, പിന്നെ ലേശം ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് ഇളക്കുകയാണ് ചെയ്യുന്നത്. അതെല്ലാം ഇളക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ അരപ്പും എല്ലാം പിടിച്ച് ഒന്ന് നോക്കും. അന്നേരം മല്ലിയിലയൊക്കെ ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തു. മല്ലിയില കട്ട് ചെയ്യാനായിട്ട് മറന്നു. എന്നാൽ ചിലർ ഇതെല്ലാം വെന്തതിന് ശേഷവും മല്ലിയില അരിഞ്ഞിടും. നമുക്കങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ മല്ലിയില നമ്മൾ തൊട്ട് മുന്നേ ഇട്ടു. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മിക്സ് ചെയ്തതും കൂടെ നമ്മളെന്ത് ചെയ്തു, നല്ല ജാം പരുവമാക്കി ഇന്നത്തേക്ക് ചേർത്തു. നേരെ നമ്മൾ വെള്ളം ഒഴിച്ച് കുക്കറിലേക്ക് വെച്ചു. അതിനുശേഷം തേങ്ങ തിരുമ്മി, അതിനുശേഷം നമ്മൾ ഒരു ചെറിയൊരു കുഞ്ഞനുരുളി വെച്ചു. അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് മിക്സ് ചെയ്തിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന അരപ്പും കഷ്ണം ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. നല്ലോണം വറ്റിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റാനായിട്ട് വെച്ചു. അതിനുശേഷം ഞാൻ വിചാരിച്ചു ഇനി അടുത്ത പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂരിയും ചപ്പാത്തിയാണ്. അപ്പോൾ ഇത് രണ്ടെണ്ണം എന്ത് ചെയ്യുക, ചെയ്തെടുക്കുക എന്നുള്ള ആവേശത്തിൻ്റെ മേളിൽ അടുത്തെന്ത് ചെയ്തു, നെക്സ്റ്റ് പൂരി വേവിക്കാനായിട്ട് ഒരു ചട്ടി എടുത്ത് വെച്ചു. അതിലേക്ക് എണ്ണ വെന്ത് വരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരെ ഗ്യാസ് സ്റ്റൗവൊക്കെ പറ്റിച്ച് ഇപ്പുറത്ത് ചപ്പാത്തി കല്ലുമൊക്കെ വെച്ചു. അപ്പോൾ അതും ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ കറികളെല്ലാം ഓടിപ്പോകുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, പൂരി ആദ്യം വേവിച്ചു. എണ്ണയിൽ പൊള്ളിച്ചെടുത്താൽ മതിയല്ലോ. പൊള്ളിച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ പൂരി പൊള്ളിച്ചെടുത്തു ആദ്യം. അതിനെ ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റാമെന്ന് വിചാരിച്ചു. അങ്ങനെ പൂരി പൊള്ളിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതും ഞാൻ എന്ത് ചെയ്തു, പൊള്ളിച്ചിട്ടിരിക്കുന്നു. അങ്ങനെ എല്ലാം ഫിനിഷായി പാത്രത്തിലേക്ക് ഇട്ടു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കി. സ്റ്റൂ വറ്റിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിലാണ് അടുത്തെന്ത് വേണം, ചപ്പാത്തിയിലേക്ക് പോകാമെന്നുള്ള ഒരു എന്ന് വെച്ചാൽ ചപ്പാത്തിക്കല്ലെല്ലാം ചപ്പാത്തിക്കല്ല് ചൂടായപ്പോഴത്തേക്ക് ഇനി ചപ്പാത്തിയുടെ പരിപാടി തുടങ്ങാമെന്നുള്ള സാഹചര്യത്തിൽ അങ്ങോട്ട് പോയി. ചപ്പാത്തിയെല്ലാം ചുട്ടു തുടങ്ങി. അങ്ങനെ കല്ലിൽ ഞാൻ എടുത്ത് വെച്ച് ചപ്പാത്തി അങ്ങോട്ട് ഇട്ടു. അത് ചുട്ടു, അത് പൊള്ളി, അതിനെ അങ്ങോട്ട് മാറ്റി, അതെല്ലാം ക്ലോസായി. ഇനി അടുത്ത് നേരെ കട്ടൻ കാപ്പി ഇട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാമെന്ന് വെച്ചാൽ ആ ഗ്ലാസ്സിലേക്ക് കട്ടൻ കാപ്പി ഒഴിച്ചു. അവസാനം ലാസ്റ്റ് എന്ത് ചെയ്തു, പൂരിയും ചിക്കൻ സ്റ്റൂവും കട്ടൻ കാപ്പിയും കൂടെ കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഓക്കെ, ബൈ ബൈ, നിങ്ങളും ഉണ്ടാക്കുക. ശരി, ഓക്കേ.